ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഒരു പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹിറ്റ് ലിസ്റ്റിൽ 977 പേരുണ്ട് എന്ന് പറയുമ്പോൾ ഹൈന്ദവ സംഘടനകളുടെ തലപ്പത്തുള്ളവർ മാത്രമല്ല, മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടി എന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക്, ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന് ഒത്താശ ചെയ്തു കൊടുക്കാത്തവരെയെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തല കൊയ്യുമെന്ന കൃത്യമായ സന്ദേശം നൽകുകയല്ലേ പോപ്പുലർ ഫ്രണ്ട് ചെയ്തത്? ഹിറ്റ് ലിസ്റ്റിലുള്ള ആളോട് തന്നെ ഇത് ചോദിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ് എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഞെട്ടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വാർത്ത ഇവിടെ പുറത്തു വന്നിട്ട് ആരും ഞെട്ടുന്നത് കാണുന്നില്ല. ഇതൊരു പ്രൈം ടൈം ചർച്ചയാവുന്നത് കാണുന്നില്ല. ഇതിന്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ ഇതേ കൂട്ടം ആളുകളുടെ വോട്ട് അവരുടെ ആ ഒരു ആശീർവാദത്തോടു കൂടി ഇലക്ഷനിൽ വരെ ജയിച്ചു കയറുന്ന അവസ്ഥ ഉണ്ടായിട്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റപ്പെടുത്തലായിട്ടോ ഇതൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ ഒരു പരുവപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. ആ പരുവപ്പെടൽ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന സംഗതി, നമ്മൾ അങ്ങനെ തന്നെ പറയണം ഇതിനൊക്കെ. ഇത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് അവരുടെ മിഷൻ 2047 ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റു വാക്കുകളൊന്നുമില്ല, ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ആളുകൾ ഇതിനൊക്കെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. ഇത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഇസ്ലാമിക ഭീകരത, അതിന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന പ്രവൃത്തികൾ, അതിൽ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ തന്നെ അധ്യാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഇത് മതത്തിന് കുഴപ്പമൊന്നുമില്ല, ചില ആളുകളുടെ പ്രശ്നമാണ് എന്ന് വരെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയണം ഇത് പ്രശ്നം എന്താണ് എന്നുള്ളത്. ഇനി എന്നിട്ടും മനസ്സിലാവാത്ത ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതുപോലെ സംഭവിച്ചതിന് പകരം സപ്പോസ് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കുറെ ആളുകളെ കൊല്ലണം എന്നതിന്റെ പേരിൽ ഒരു ലിസ്റ്റ് പുറത്തു വന്നത് RSSന്റെ ആണ് എന്ന് വിചാരിക്കുക. അവരുടെ ലക്ഷ്യം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നതായിരുന്നു എന്നും വിചാരിക്കുക. എന്തായിരിക്കും ഇവിടുത്തെ ചർച്ച എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, അതൊരു വലിയ വിഷയമാക്കി വർത്താനം പറയാനും ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നേരെ തിരിച്ച് ആ സ്ഥാനത്തെല്ലാം തന്നെ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാവുമ്പോൾ അത് ആർക്കും ഒരു പ്രശ്നമില്ല. അതിന് അവർ പറയുന്ന ഒരു വളരെ വിചിത്രമായ ന്യായം എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷമാണ് എന്നുള്ള ഒരു ന്യായമാണ് പറയുന്നത്. ലോകമെമ്പാടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്ന കാര്യമാണ് ഇന്ത്യയിലും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കലും ആളുകളെ തട്ടലും എല്ലാം ഈ ആഗോളതലത്തിൽ മുഹമ്മദ് നബി മുതൽ ചെയ്ത് തുടങ്ങിയ കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ ഹിറ്റ് ലിസ്റ്റ് മുഹമ്മദ് നബി ഉണ്ടാക്കിയതും ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആളുകളുടെ എണ്ണം മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി രണ്ടും ഒരേ സാധനം തന്നെയാണെന്നുള്ളതാണ് പറയാം. മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണ് 10 പേരുടെ പേരാണ് അതിനകത്തുണ്ടായിരുന്നത്. കാരണം ബാക്കിയുള്ളവരെ മുഴുവൻ ഒന്നുകിൽ കൊന്നു തീർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ പേര് അവിടെ പിടിച്ച് അടിമകളാക്കിയിട്ടുണ്ടായിരുന്നു, കുറെ പേരെ മതവും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരുടെ പേര് മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്, അതാണ് ഈ 10 പേര്. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ലിസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് 977 എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പേര് ജീവൻ പോയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ഇതിൽ ഇനി ഉൾക്കൊള്ളാനിരിക്കുന്ന ആളുകൾ എത്ര ഉണ്ട് എന്നുള്ളതും സംബന്ധിച്ച് ഇപ്പം എന്നെയൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുകയാണ് ആരിഫിന്റെ പേരുണ്ടോ എന്നുള്ളത്. നമ്മളിത് ഒരുമാതിരി 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മാതിരിയാണ്. ആളുകൾക്ക് വളരെ വലിയ ആകാംക്ഷയാണ്. അപ്പൊ ഞാൻ പറയുന്നത് സമൂഹം ഇതിനകത്തൊരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഇവിടെ വലിയ തോതിൽ കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക തീവ്രവാദം. അതിന്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അതിലൊരു കണ്ണിയാണെന്നുള്ളത് വീണ്ടും തെളിയാണ്. ഇനിയെങ്കിലും നമ്മളെ കണ്ണ് തുറക്കണം, ഇല്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകും. ഇസ്ലാമിക തീവ്രവാദം ഇവിടെ വേരോടും എന്ന് തന്നെയാണ്.